അർദ്ധചക്രാസനം, ഹാഫ് വീൽ പോസ്ചർ. ശിഥിലദണ്ഡാസനത്തിൽ നിന്ന് സ്ഥിതിദണ്ഡാസനത്തിലേക്ക് വരിക. കൈകൾ ചേർത്ത് വയ്ക്കുക, കാലുകൾ ചേർത്ത് വയ്ക്കുക, സമസ്ഥിതിയിൽ വരിക. രണ്ട് കൈപ്പത്തികളും അരക്കെട്ടിൻ്റെ പിറകിൽ, കൈകൾ ബാക്കിലേക്കായി, തള്ളവിരലുകൾ ഒരുമിച്ച് ബാക്കിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. ഷോൾഡർ പിറകിലേക്ക് വലിച്ച് കൈമുട്ടുകൾ പരമാവധി ചേർത്ത് പിടിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് അരക്കെട്ടിനെ അല്പം മുന്നോട്ട് പുഷ് ചെയ്ത് അരക്കെട്ടിൻ്റെ മുകളിൽ നിന്നും വളയണം. ദൃഷ്ടി മുകളിൽ കഴുത്തിനെ സാധിക്കുന്നത് പോലെ അയച്ചിടുക. 5 റൗണ്ട് നോർമൽ ബ്രീത്തിങ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം നിവർന്നു വരിക. നോർമൽ ബ്രീത്തിങ്. കൈവശങ്ങളിലൂടെ സമസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ശിഥില താടാസനത്തിൽ റിലാക്സ് ചെയ്യുക. അർദ്ധചക്രാസന, ഹാഫ് വീൽ പോസ്ചർ. ഹാഫ് വീൽ പോലെ ഫൈനൽ പോസ്ചറിൽ വരുന്നതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഇതിൻ്റെ കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത് പാദഹസ്താസനാണ്. ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് നട്ടെല്ലിന് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നു. നട്ടെല്ല് പുറകിലേക്ക് വളയുമ്പോൾ എല്ലാ നെർവുകൾക്കും നല്ല വലിച്ചിൽ കിട്ടുന്നു. തലയിലേക്കുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂട്ടുന്നു. കഴുത്തിൻ്റെ മസിലുകളെ ശക്തിപ്പെടുത്തുന്നു. ബ്രീത്തിങ് ഇംപ്രൂവ് ആക്കുന്നു. അതുപോലെ തന്നെ തൈറോയ്ഡ് പേഷ്യൻസിനും നല്ല ഒരു ആസനമാണിത്. ചെസ്റ്റും ഷോൾഡറും എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. തലചുറ്റൽ, അതായത് ബ്ലഡ് പ്രഷർ ഉള്ള ആളുകൾ ഇത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുക. അതുപോലെ വെർട്ടിഗോ, കാർഡിയോ സർജറി ചെയ്ത ആളുകളും ഇത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുക, അല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഷോൾഡറും കൈകളും പുറകിലേക്കായിരിക്കണം. അരക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് വേണം വളയാൻ. നീ സ്ട്രെയിറ്റ് ആയിരിക്കണം.